ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു കുർത്തി സെറ്റിൻ്റെ ഹോൾ തന്നെയാണ്. മീഷോ തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒരു 4 ഡ്രസ്സാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ 3 3 പീസ് സെറ്റും 1 2 പീസ് സെറ്റും ആണ് കേട്ടോ. 2 പീസ് സെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ 3 പീസാണെന്ന് വിചാരിച്ചിട്ടാണ് പർച്ചേസ് ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ടൈമിലാണ് ഞങ്ങൾ 2 പീസ് എന്നുള്ള കാര്യം അറിയണം കേട്ടോ. സാറിൽ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. നല്ല ബ്രൗൺ കളറിൽ വരുന്ന ഈ ഒരു കുർത്തി സെറ്റാണ്. ഇതൊരു 3 പീസ് സെറ്റാണ് കേട്ടോ. പിന്നെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കാണിക്കുന്നതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ കുർത്തി കാണാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കുർത്തി വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ്. ഫ്രണ്ട് പോർഷനിൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്ക് പോർഷൻ ഇതാ വി നെക്കാണ്, ബാക്ക് പോർഷൻ റൗണ്ട് നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിലൊക്കെ അത്യാവശ്യം നല്ല വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ത്രൂ ഔട്ട് ഈ ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആണ്. പിന്നെ ഇതാ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര ലെങ്ത് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇട്ടിട്ടുള്ള പിക്ക് സൈഡ് കൊടുക്കുക, അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ഇതാ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണ്. ഇവിടെ എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബാക്കി ത്രൂ ഔട്ട് ഇങ്ങനെ പ്ലെയിൻ ആയി പോയിട്ട് എൻഡ് പോർഷൻ എത്തുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ ഒക്കെ എൻഡ് പോർഷനിൽ ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് സിൽക്ക് ബ്ലെൻഡ് ആണ്. നല്ല രസമുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ. ലാർജ് എനിക്ക് കറക്റ്റ് തന്നെയാണ്. ഇതിൻ്റെ XS to 4XL വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇതാ ഇങ്ങനെയാണ്. നെറ്റാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത്. നെറ്റിൽ ഇതാ നമ്മുടെ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. നല്ല നീളം വീതിയൊക്കെ ഉള്ളൊരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ ഇത്. എൻഡ് പോർഷനിൽ ഇങ്ങനെ ഈ ഒരു ചെറിയൊരു ലേസ് വർക്ക് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ത്രൂ ഔട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 689 ആണ്. ആ ഒരു റേറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും പർച്ചേസ് ചെയ്തോളൂ. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം അല്ലേ. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. ബ്ലാക്കിൽ നല്ല പ്രിൻ്റി ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ്. ഇതാണ് കേട്ടോ 2 പീസ് സെറ്റ്. ഞാൻ ബോട്ടല്ല എന്ന് പറഞ്ഞല്ലേ, ആ ഒരു സെറ്റ് ഇതാണ്. അപ്പം ഇതിൻ്റെ കുർത്തി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഫ്രണ്ട് പോർഷൻ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. റൗണ്ട് നെക്കാണ് ബാക്കിൽ. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു റൗണ്ടിൽ വന്നിട്ട് ചെറിയൊരു വീക്കട്ട് കണ്ടില്ലേ, അങ്ങനത്തെ ഒരു നെക്കാണ്. ഇവിടെ അതാ ലേസ് വർക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഉള്ളിലൊരു ക്ലോത്ത് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് കളറിലൊരു ക്ലോത്ത് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ ത്രൂ ഔട്ട് ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത് ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ള പിക്ക് സൈഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഏകദേശം 3/4 സ്ലീവ് ആവാനാണ് ചാൻസ്. എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതാ ഇവിടെ എൻ്റെ പോർഷനിൽ, സ്ലീവിൻ്റെ എൻ്റെ പോർഷനിൽ ഈ ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് റയോൺ ആണ്. അതുപോലെ തന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ. ഇതിൻ്റെ മീഡിയം ടു XXL വരെയുള്ള സൈസസ് അവൈലബിൾ ആണ്. ലാർജ് എനിക്ക് കറക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 584 ആണ്. ബോട്ടല്ലാത്ത സെറ്റാണ്. ആ ഒരു റേറ്റിന് വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ്. സീ ത്രൂ ആണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല വീതിയും നീളമൊക്കെ ഉള്ളൊരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ. ദുപ്പട്ടൻ്റെ എൻഡ് പോർഷനിലൊക്കെ ഇതാ ഇതുപോലത്തെ ഒരു ലേസ് വർക്ക് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം അല്ലേ. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. വൈറ്റിൽ പ്രിൻ്റ് വരുന്ന ഒരു കുർത്തി സെറ്റാണ്. ഇതൊരു 3 പീസ് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുർത്തി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു
വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എംബ്രോയ്ഡറി വർക്കാണ്. കോളേഡ് ആയിട്ടുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത്. നെക്ക് പോർഷനിൽ ഇതാ ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു വി കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുർത്തിയുടെ എൻഡ് പോർഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലില്ല ആ ഒരു സെയിം ലേസ് വർക്ക് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബാക്ക് പോർഷനിൽ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ലേസ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ കുർത്തി കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ത്രൂ ഔട്ട് ഇങ്ങനെ പ്ലെയിൻ ആയി പോയിട്ട് എൻഡ് പോർഷൻ എത്തുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്. കുർത്തി ആൻഡ് ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ലാർജ് ആയിരുന്നു. ഇതിൻ്റെ സ്മാൾ ടു XXL വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. ലാർജ് എനിക്ക് കറക്റ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ കുർത്തി ബോട്ടം അടിപൊളിയാണെങ്കിലും ദുപ്പട്ട ഒന്നിനും പറ്റില്ല കേട്ടോ ഗൈസ്. തീരെ ക്വാളിറ്റി ഇല്ലാതെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത്. അത് അധികം പ്രൊഡക്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുർത്തിൻ ബോട്ടം അടിപൊളിയാണെങ്കിൽ ദുപ്പട്ട അടിപൊളിയാവില്ല. അപ്പോൾ ഇത് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല വീതിയും നീളമൊക്കെ ഉണ്ട്. ഇവിടെ എൻ്റെ പോർഷനിൽ ഇത് അങ്ങനെ ഒരു ലേസ് വർക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ സൈഡിൽ വെച്ചിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 673 കേട്ടോ. പക്ഷെ കറൻ്റ് ഇതിൻ്റെ റേറ്റ് 637 ആണ്. അപ്പോൾ ആ ഒരു റേറ്റിന് ഓക്കെ ആണെന്ന് ചോദിച്ചാൽ കുർത്തിയൻ ബോട്ടം ഓക്കെയാണ്, പക്ഷെ ദുപ്പട്ട ഓക്കെ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യുക. ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് കാണാം അല്ലേ. അപ്പം നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതൊരു 3 പീസ് സെറ്റാണ്. നല്ല മൾട്ടി കളറിൽ വരുന്ന ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുർത്തി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈ ഒരു പ്രിൻറ്റിലാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത്. ബാക്ക് പോർഷൻ ത്രൂ ഔട്ട് ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു വള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെയാണ്. അതുപോലെ തന്നെ നെക്ക് പോർഷൻ ആണെങ്കിൽ ബാക്ക് പോർഷനിൽ റൗണ്ട് നെക്കും ഫ്രണ്ട് പോർഷനിൽ റൗണ്ടിൽ വന്നിട്ട് ചെറിയൊരു വീക്കട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ലേസ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ എൻഡിൽ ഈ ഒരു ലേസ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കുർത്തി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും ഞാൻ സൈഡിൽ പിക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇവിടെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ബോട്ടത്തിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് കേട്ടോ. ഷറാറയാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത്. ഷറാറയാണ്. എൻഡ് പോർഷനിൽ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇത് ലേസ് വർക്കല്ല, പ്രിൻ്റാണ്. ചെറിയൊരു ലേസ് ഇവിടെ എൻഡ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഇതെനിക്ക് നല്ല നീളമുണ്ട് കേട്ടോ. ഞാൻ ലാർജ് ആയിരുന്നു സൈസ് ചൂസ് ചെയ്തത്. പക്ഷേ ഈ ഒരു ബോട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് എനിക്ക്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇത് രണ്ടും തമ്മിലൊരു ബന്ധമില്ലാത്ത പോലെ തോന്നിയിട്ടു. ബോട്ടം ആൻഡ് കുർത്തി ഓക്കെ ആണ്, പക്ഷെ ഇത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മാൾ ടു XXL വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഫാബ്രിക് വന്നിട്ട് വിസ്കോസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. നല്ല നീളവും വീതിയൊക്കെ ഉള്ള ഒരു ദുപ്പട്ട തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ദുപ്പട്ട വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മിഡിൽ പോർഷനിൽ ഈ ഒരു പ്രിൻറ്റും എൻഡ് പോർഷനിൽ ഈ ഒരു പ്രിൻറ്റുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻഡ് പോർഷനിൽ ചെറിയൊരു ലേസ് വർക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 822 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് എന്നെ ഒന്ന് അറിയിക്കുക കൂടെ ചെയ്യട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.